ഞാൻ പറഞ്ഞപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ അധ്യാപകരില്ല. അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ? പുതിയ പോസ്റ്റാണ് ഇത് എന്ത് ഭരണമാണ്? എന്ത് ഭരണമാണ്? എവിടേക്കാണ് ഈ പണമൊക്കെ ചോർന്നു പോയത്? ഞങ്ങളുടെ കാലത്ത് ഇതൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങളുടെ മുഖ്യമന്ത്രി ഈ മലപ്പുറത്ത് ഇവിടെ മൈതാനിയിൽ വന്ന് ആളുകളെടുത്ത് പെറ്റീഷൻ വാങ്ങിയിട്ട് ഒപ്പിട്ട് കൊടുത്താൽ ആ പെറ്റീഷൻ തിരുവനന്തപുരത്ത് പോയ അപ്പം അവരെ പോക്കറ്റിൽ മണിയെത്ത് വരും, പൈസ വരുമായിരുന്നു. അതും സംഭവിച്ചുകൊണ്ടിരുന്ന ഈ കേരളത്തിലല്ലേ. എന്നിട്ട് പെൻഷൻ കൊടുക്കുന്നത് എടുത്ത് കാണിച്ച് പറയാണ്. അതൊന്നായിട്ട് ഒരൊറ്റക്കൊടുത്തി കൊടുത്താൽ മതി, ഇതാണ് അവരെ സൗകര്യം. ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ട് അതങ്ങോട്ട് 2-3 ഗഡു ഒന്നിച്ചാണ് കൊടുക്കുക. അത് തന്നെ പൊളിറ്റിക്കൽ ചാനലിലൂടെ കൊടുക്കുക. അതിൽ വന്ന് മാക്സിമം ബെനിഫിറ്റ് എടുക്കുക. ആളുകളുടെ ഒരു വിഷമാവസ്ഥ ചൂഷണം ചെയ്യലാണ് അതൊക്കെ. എന്നിട്ട് നമ്മുടെ അതിൻ്റെ ബെനിഫിഷ്യറീസിനെ നിർത്തി PR ഏജൻസിയെ കൊണ്ട് അത് വലിയ സംഭവമാക്കുക. പേരാമ്പ്രയിൽ നമ്മൾ ആ സംഭവം കണ്ടല്ലോ. ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളിൽ വലിയ അസംതൃപ്തി ആ മുന്നണിയിലും അവരെ പാർട്ടിയിലും ഇട്ട്. അതുകൊണ്ടാണ് ഒരു കാലത്തും ഇല്ലാത്ത വിധം ഒരുപാട് ആളുകൾ ആ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നത്. മാറ്റത്തിൻ്റെ ഒരു കാറ്റ് വീശി കഴിഞ്ഞു. അത് വളരെ പ്രകടമാണ്, എല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം. കാരണം ട്രെൻഡ് UDF അനുകൂലമാണ് എന്നുള്ളത്. പിന്നെ സീറ്റ് എത്ര അതുപോലെ തന്നെ ഏത് സീറ്റാണ് ജയിക്കുക എന്നൊക്കെയുള്ള കാര്യത്തിൽ നീ നോക്കിയാൽ മതി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വലിയ മുൻതൂക്കം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഓടി അടുത്തേക്ക് വരുന്ന ഫീലുണ്ട്. അല്ല, അതിപ്പോൾ ഞങ്ങളുടെ ഇടയിൽ വലിയ പൊട്ടലും ചീറ്റലും ഉണ്ടാവും എന്നായിരുന്നു അവരുടെ മോഹം. അപ്പോൾ പൊട്ടലും ചീറ്റലും ഇല്ലല്ലോ. അവർ വലിയ രീതിയിൽ നിങ്ങൾ മീഡിയ ഒക്കെ ഒരു 3-4 ദിവസം എപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞ് പണ്ട് പിന്നെ ഓരോ സിനിമയിലൊക്കെ കണ്ട സീൻ പോലെ തേങ്ങ എറിയുന്ന ഒരു സീനുണ്ടല്ലോ എന്ന് പറഞ്ഞു, അത് എപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞിരുന്നു. അവസാനം പിന്നെ ശ്രീ സുധാകരൻ്റെ വിഷയം അദ്ദേഹം മനോഹരമായൊരു വാക്കുകൾ ഒതുക്കിയത് കണ്ടില്ലേ. ഞാൻ എവിടെ പോകാൻ ചോദിച്ചില്ലേ? നിങ്ങൾ 4 ദിവസം ഉണ്ടാക്കി കൊണ്ടുവന്ന സാധനം ഒറ്റ വാക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ യാതൊരു പൊട്ടലും ചീറ്റലും ഇല്ലാത്ത UDF-ലേ ഉള്ളൂ. PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.